യൂണിവേഴ്സൽ തോട്ട്സ് മലയാളം ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിപ്രഷൻ, വിഷാദം എന്നൊക്കെയുള്ള വാക്കുകൾ ഈയിടെയായിട്ട് വളരെ അധികം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അതായത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഡിപ്രഷൻ അനുഭവിക്കാത്തവരായിട്ട് നമ്മിൽ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. നമ്മൾ മനുഷ്യരെല്ലാം ചിന്തിക്കുന്ന ജീവികളാണല്ലോ. മറ്റുള്ള മൃഗങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ചിന്തിക്കുവാനുള്ള കഴിവുണ്ട്. പക്ഷേ ഈ കഴിവ് തന്നെയാണ് നമുക്ക് ഇവിടെ എതിരായിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ കൂടുതൽ ചിന്തിക്കും തോറും നമുക്ക് ഡിപ്രഷൻ കൂടി വരും. ഒരു കാരണമില്ലാതെയും ഈ ഡിപ്രഷൻ നമ്മിൽ രൂപപ്പെടും എന്നുള്ളതാണ് ഈ ഡിപ്രഷൻ എന്ന വികാരത്തിൻ്റെ ഒരു പ്രത്യേകത. വളരെ കലാപരമായിട്ടും കായികമായിട്ടും എല്ലാം വളരെ ഉയർന്ന നിലയിൽ സമൂഹത്തിൽ വളരെയധികം പേരും പ്രശസ്തിയും ഉള്ള വ്യക്തികളിലും ഈ ഡിപ്രഷൻ ഇന്ന് വളരെയധികം കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാം അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈയൊരു വസ്തുത വെളിവാക്കുന്നത് ഈ ഡിപ്രഷൻ എന്ന കാര്യം ആരെയും ആക്രമിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിപ്രഷൻ ഉണ്ടാകാനുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, പഴയ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇന്ന് നമുക്ക് ശാരീരികമായും മാനസികമായും നമുക്ക് ചെയ്യേണ്ട ജോലികളുടെ അളവ് വളരെ കുറവാണ് എന്നുള്ളതാണ്. ശാരീരികമായി വളരെയധികം കായികാധ്വാനം ചെയ്യുന്നവരിലും ഡിപ്രഷൻ കാണാം. അതായത് ഈ അത്ലറ്റിക് സ്പോർട്സ് കായിക താരങ്ങളിലെല്ലാം ഡിപ്രഷൻ കണ്ടുവരുന്നുണ്ട്. ഞാൻ അങ്ങനെയുള്ള കായികമായ ഒരു അധ്വാനം അല്ല ഉദ്ദേശിച്ചത്. അതായത് നമുക്ക് ജീവിക്കാൻ വേണ്ടി, അത് നമ്മളുടെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി, നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി നമുക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യേണ്ട പ്രവൃത്തികളുടെ എണ്ണം ഇന്ന് കുറഞ്ഞ് വന്നിരിക്കുകയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു വീട്ടിലേക്ക് അത്യാവശ്യമുള്ള ഒരു സാധനം നമുക്ക് വാങ്ങണമെങ്കിൽ, തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ പോലും നമ്മൾ ഒരു സ്കൂട്ടറോ എന്തെങ്കിലും വാഹനമായിട്ട് പോയിട്ടാണ് വാങ്ങുന്നത്. പഴയ കാലത്തിൽ അത് നടന്നു പോകണം, കുറച്ചധികം ദൂരം പോകണം. പോയിട്ട് നമ്മൾ കയ്യിൽ തൂക്കി കൊണ്ടുവരികയോ അല്ലെങ്കിൽ നടന്ന് തലയിൽ വെച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്യണമായിരുന്നു. അപ്പം പിന്നെ ഇപ്പോൾ അത് നമുക്ക് കൂടുതൽ നമ്മുടെ പുരോഗതിയുടെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് ഓൺലൈൻ വഴിയായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് ആ സാധനം നമുക്ക് ഓർഡർ ചെയ്യാം. അത് അല്പസമയത്തിനകം നമ്മുടെ വീട്ടിൽ എത്തും. അപ്പോൾ ആ നടന്നു പോയി ആ സാധനം, അത്യാവശ്യമായിട്ടുള്ള സാധനം മേടിച്ചുകൊണ്ട് വരിക എന്നുള്ളൊരു കഷ്ടപ്പാട് അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ ഒരുപാട് സമയം ലാഭിക്കാൻ സാധിക്കുകയാണ്. രണ്ടാമത് ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മാനസികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇന്ന് കമ്പ്യൂട്ടറുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കുറച്ച് ചെറിയൊരു കണക്ക് കൂട്ടണമെങ്കിൽ പണ്ട് നമുക്ക് വളരെയധികം സ്ട്രെയിൻ എടുക്കണമായിരുന്നു. നമ്മൾ പെരുക്കപ്പെട്ടിയൊക്കെ പഠിക്കണം, കൂട്ടാൻ കയ്യുകളും വിരലുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കൂട്ടണമായിരുന്നു. ഇന്ന് നമുക്ക് കാൽക്കുലേറ്ററോ മൊബൈലോ ഉപയോഗിച്ച് പെട്ടെന്ന് കൂട്ടാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെയും ശരീരത്തിൻ്റെയും പ്രവൃത്തികൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഈ ബ്രെയിനിനും നമ്മുടെ ശരീരത്തിലും ഉള്ള ഊർജം എവിടെയെങ്കിലും ചിലവാക്കപ്പെടണം. അപ്പോൾ ഈ ചിലവാക്കപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എൻ്റർടൈൻമെൻറ്റുകളിലും നമുക്ക് കൂടുതൽ നമ്മുടെ മൈൻഡ് അഡിക്റ്റ് ആവണം, അല്ലെങ്കിൽ ആ മൈൻഡ് ആകർഷിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ തളച്ചിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെയൊന്നും ആ ഊർജം, യഥാർത്ഥത്തിലുള്ള ബഹിർഗമനം ആ ഊർജത്തിന്, നമ്മുടെ മാനസിക ഊർജത്തിന് ലഭിക്കാതെ അത് അവിടെ തന്നെ വിഷാദമായി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ലളിതമായി ഈ വിഷാദത്തെ മനസ്സിലാക്കേണ്ടത്, വിഷാദം അടിക്കടി നമ്മിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ഈ ഒരു വികാരം, വിഷാദം എന്ന വികാരം നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. ഈ മുന്നറിയിപ്പ് ഇതാണ്. അതായത് നിങ്ങളുടെ മാനസിക ഊർജം നിങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയായ രീതിയിലല്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അത് നമുക്ക് തരുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യവും നിങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യവും ശരിയായ രീതിയിലല്ല നിങ്ങളുടെ ചിന്താഗതികളുടെ പോക്ക് എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് ഈ വിഷാദം എന്നുള്ള അവസ്ഥ നമ്മിൽ രൂപപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് കാണിച്ചു തരുന്നത്.
അത് കുറച്ചും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, നിങ്ങൾ ക്രിയാത്മകമായി നിങ്ങളെന്തോ ചെയ്യുവാൻ ഉള്ള കഴിവുകൾ നിങ്ങളിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അഗാധമായി നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ തന്നെ തടസ്സപ്പെടുത്തി വയ്ക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യുവാൻ, അത് പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ സാധിക്കാതെ വരുമ്പോഴാണ് ആ എനർജി അവിടെ ബ്ലോക്കായി കിടന്ന് അത് വിഷാദമായി രൂപാന്തരപ്പെടുന്നത്. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തികളും എല്ലാം, ദൈനംദിന പ്രവൃത്തികളും നിങ്ങളുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം തന്നെ നിങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആരോഗ്യം വേണം, നിങ്ങൾക്ക് നല്ല സമ്പത്ത് വേണം, നിങ്ങൾക്ക് നല്ല ബന്ധം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിരിക്കണം, അങ്ങനെ നിങ്ങളിൽ മാത്രം സെൽഫ് സെൻറ്റേർഡ് കേന്ദ്രീകൃതമായിട്ടുള്ള ചിന്തകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് വിഷാദം എന്നുള്ള അനുഭവം വരാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ ഈ വിഷാദം മാറാൻ വേണ്ടി നിങ്ങൾ ഏതൊക്കെ തരം എൻ്റർടൈൻമെൻറ്റിൽ ഏർപ്പെട്ടാലും, നിങ്ങൾ വ്യായാമങ്ങളിൽ ഏർപ്പെട്ടാലും, നിങ്ങൾ മെഡിറ്റേഷൻ പരിശീലിച്ചാലും, അതുമല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സിനിമകളോ അല്ലെങ്കിൽ കോമഡി ഷോകളോ സംഗീതങ്ങളോ എന്തൊക്കെ ആസ്വദിച്ചാലും, എവിടേക്കൊക്കെ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിച്ചാലും, താൽക്കാലികമായി മാത്രം നിങ്ങളുടെ വിഷാദത്തെ നിങ്ങൾക്ക് മാറ്റി നിർത്താമെന്നുള്ളതല്ലാതെ ശാശ്വതമായിട്ട് നിങ്ങളുടെ വിഷാദം നിങ്ങളിൽ നിന്ന് പോവുകയില്ല എന്നുള്ളതാണ് സത്യം. അത് കുറച്ച് കഴിയുമ്പോൾ ഈ വിഷാദം നല്ല ശക്തിയോടുകൂടി നിങ്ങളിൽ തിരിച്ചു വരികയും നിങ്ങൾ വീണ്ടും വിഷാദത്തിന് അടിമയാവുകയും ചെയ്യും. വിഷാദത്തെ മറികടക്കുവാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാം. ഓരോ പ്രാവശ്യം നിങ്ങളിൽ വിഷാദം രൂപപ്പെടുമ്പോഴും ആ വിഷാദത്തെ നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾ അംഗീകരിക്കുകയും ആ വിഷാദത്തിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുകയും ചെയ്യും. കുറച്ച് സമയം ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആ വിഷാദത്തിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത പടി നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളിലുള്ള ഏതെങ്കിലും ഒരു കഴിവ്, ഒരു വാസന, അത് കലാപരമായിട്ടായിരിക്കാം, ഏതെങ്കിലും സൃഷ്ടിപരമായിട്ടായിരിക്കാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും പൊതുപ്രവർത്തനത്തിനുള്ള കാര്യങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുള്ള ഏതെങ്കിലും ഒരു കഴിവ്, ഒരു ഊർജം, അതുമല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. അതായത് ഒരു ക്രിയേറ്റിവിറ്റി അവിടെ രൂപപ്പെടും. അങ്ങനെ കുറേശ്ശെ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന പ്രവണതകളും നിങ്ങളുടെ എല്ലാ കഴിവുകളും കുറേശ്ശെ പുറത്തു വരാൻ തുടങ്ങുകയും അതിൻ്റെ പരിണിതഫലം എന്തു തന്നെയായാലും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യുവാനുള്ള, നിങ്ങൾക്ക് സ്വയം പ്രകടിപ്പിക്കാനുള്ള വലിയ ഒരു വഴി തുറന്നു കിട്ടുകയും നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ ഊർജത്തെ ചെലവഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ വിഷാദം എന്നുള്ള സംഭവം നിങ്ങൾ മറന്നു പോവുകയും നിങ്ങൾക്ക് പിന്നെ വിഷാദം ഉണ്ടാവാൻ യാതൊരു സാധ്യതയും പിന്നെ ഇല്ലാതിരിക്കുകയും ചെയ്യും. കാരണം നിങ്ങളുടെ ആ ബ്ലോക്കായി കിടക്കുന്ന എനർജി സൃഷ്ടിപരമായ രീതിയിൽ നിങ്ങൾ റിലീസ് ചെയ്യുകയാണ്. അത് വലിയ കാര്യങ്ങളായിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും സംഘടനകളുമായി ചേർന്ന് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങൾ നടത്താം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാട്ടുപാടാനോ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വേദികളിൽ നിങ്ങൾക്ക് പാട്ടുപാടാൻ ശ്രമിക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതുവാനോ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ, ജേർണലിസം, നിങ്ങൾക്ക് ജേർണലുകൾ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുക എന്തെങ്കിലും ചെയ്യാം. അതിൽ നിന്ന് കിട്ടുന്ന ഫലം എന്തു തന്നെയായാലും നിങ്ങൾക്ക് വാസനയുള്ള കാര്യം, അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ നിലനിൽക്കേണ്ടതെന്നും ഏതിലാണ് നിങ്ങൾക്ക് അഗാധമായ കഴിവുകളുള്ളതെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ സൃഷ്ടിപരമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വിഷാദത്തിൽ നിന്ന് വളരെ അനായാസം നിങ്ങൾക്ക് മറികടക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വിഷാദം അനുഭവപ്പെടുമ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഒരു സൃഷ്ടിപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുകയും നിങ്ങൾ അതിൽ തന്നെ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമായ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുക.
അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ വഴിത്തിരിവുണ്ടാവുകയും നിങ്ങൾക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം പിന്നെ ഒരിക്കലും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരിക്കലും ഡിപ്രഷൻ ഉണ്ടായിരിക്കില്ല. ഡിപ്രഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും. കാരണം അവരുടെ ജീവിതം അവർ പൊതുജനങ്ങളുടെ ഇടയിലാണ്, എപ്പോഴും ഒരു ഷെയറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതേസമയം വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള പല കായിക താരങ്ങളും പല സിനിമാ താരങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ വളരെ വിഷാദ രോഗത്തിനടിമയായി പലതരം സർക്കസുകൾ കാണിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മറ്റേതെങ്കിലും കാര്യത്തിൽ, പൊതുപ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും കാര്യത്തിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാവുന്ന രീതിയിൽ ഉള്ള ഒരു സ്വഭാവം, ഒരു ജീവിത രീതി ചിട്ടപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ഈ വിഷാദം എന്ന സംഭവത്തെ നമുക്ക് അനായാസം ഇല്ലാതാക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം.